ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോമോഫോൺസ്, ഹോമോഗ്രാഫ്സ് ആൻഡ് ഹോമോണിംസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് ഹോമോഫോൺസ് കൊണ്ട് തുടങ്ങാം. ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ 3 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും, അഥവാ ഉച്ചാരണം സെയിം ആയിരിക്കും. മീനിങ്ങും അതുപോലെ തന്നെ സ്പെല്ലിങ്ങും ഡിഫറൻ്റ് ആയിരിക്കും. മെയിൽ ആൻഡ് മെയിൽ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ ഉച്ചാരണം ഒരേപോലെയാണ്, പക്ഷേ അതിൻ്റെ സ്പെല്ലിംഗ് വ്യത്യാസമാണ്. അഥവാ MEALE എന്നുള്ളതാണ് ആദ്യത്തെ മെയിൽ. ഫീമെയിലിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഈ മെയിൽ എന്നുള്ളത് ഇവിടെ. രണ്ടാമത്തെ മെയിൽ എന്ന് പറഞ്ഞാൽ MAIL എന്നുള്ളതാണ്. ഒരു മെയിൽ അയക്കുക, ഈ മെയിൽ എന്നൊക്കെ പറയുമല്ലോ, അതാണ് രണ്ടാമത്തെ മെയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, രണ്ടും മെയിൽ മെയിൽ എന്ന് തന്നെയാണ് ഉച്ചരിക്കുക. പക്ഷേ അതിൻ്റെ സ്പെല്ലിങ്ങും മീനിങ്ങും വ്യത്യാസമാണ്. ഇതിനെയാണ് ഹോമോഫോൺസ് എന്ന് പറയാം. നൈറ്റ് ആൻഡ് നൈറ്റ്, NIGHT നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി, KNIGHT നൈറ്റ്, അതിൻ്റെ അർത്ഥം പട്ടം എന്നുള്ളതാണ്. 8 ആൻഡ് 8, അതുപോലെ തന്നെ B ആൻഡ് B, BE അതിൻ്റെ അർത്ഥം ബി ഫോംസ്. ഈ ഓക്സിലറി വേർബ്സിനെ നമ്മൾ ബി ഫോംസ് എന്നാണ് പറയാം. രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞാൽ BEE, അതിൻ്റെ അർത്ഥം തേനീച്ച. ഓക്കെ, പിന്നെ 2. അപ്പോൾ ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും, മീനിങ്ങും സ്പെല്ലിങ്ങും വ്യത്യാസമായിരിക്കും. ഇനി നെക്സ്റ്റ് ഹോമോഗ്രാഫ്സ് എന്താണെന്ന് പരിചയപ്പെടാം. സ്പെല്ലിങ് സെയിം ആയിരിക്കും, പക്ഷേ പ്രൊനൗൺസിയേഷനും മീനിങ്ങും ഡിഫറൻ്റ് ആയിരിക്കും. വിൻഡ് ആൻഡ് വൈൻഡ്, വിൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം WIND, വിൻഡ്, കാറ്റ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതേ സ്പെല്ലിംഗ് ആണ് അടുത്തതും പറയുന്നത്, പക്ഷേ WIND എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന ഈ വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ വൈൻഡ് എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ്ങും വ്യത്യാസമുണ്ട്, അതിൻ്റെ അർത്ഥം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞത് സ്പെല്ലിങ് സെയിം ആയിരിക്കും, പ്രൊനൗൺസിയേഷനും മീനിങ്ങും വ്യത്യാസമായിരിക്കും. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കിയാലോ. മിനിറ്റ് ആൻഡ് മൈന്യൂട്ട്. ഓക്കെ, മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മിനിറ്റ്, അതുപോലെ തന്നെ മണിക്കൂർ, ആ മിനിറ്റാണ്. മൈന്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ലിവ് ആൻഡ് ലൈവ്, ലിവ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക, ലൈവ് എന്ന് പറഞ്ഞാൽ ലൈവ് വീഡിയോ, തത്സമയം എന്നൊക്കെ പറയുമല്ലോ, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. ഇപ്പം നമ്മൾ പറഞ്ഞത് ഹോമോഫോൺസ് അതുപോലെ തന്നെ ഹോമോഗ്രാഫ്സ് എന്നുള്ളതാണ്. ഇത് രണ്ടും മറക്കാതിരിക്കാനുള്ള, എപ്പോഴും ഓർത്തു വെക്കാനുള്ള ഒരു എളുപ്പ വഴി ഒന്ന് പരിചയപ്പെട്ടാലോ. ഹോമോഫോൺസ്, ഹോമോഗ്രാഫ്സ്, ഈ 2 പദങ്ങളും ഗ്രീക്ക് പദങ്ങളാണ്. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം. അപ്പോൾ ഫോൺ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ സൗണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ സെയിം സൗണ്ട്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതാണ് നാം ഹോമോഫോൺസിൽ പറഞ്ഞത്. പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ സൗണ്ട് സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ മീനിങ്ങും സ്പെല്ലിങ്ങും വ്യത്യാസമായിരിക്കും. ഇനി ഹോമോഗ്രാഫ്സിലേക്ക് വരുമ്പോൾ, ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം, അതുപോലെ തന്നെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ടു റൈറ്റ്, എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് നാം എഴുതുമ്പോൾ അത് സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് സെയിം ആണ്, പ്രൊനൗൺസിയേഷനും മീനിങ്ങും വ്യത്യാസമായിരിക്കും. ഈ രൂപത്തിൽ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി എപ്പോഴും ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇവകളുടെ കൂട്ടത്തിൽപ്പെട്ട അവസാനത്തേതാണ് ഹോമോണിംസ് എന്ന് പറയുന്നത്. ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷനും അതുപോലെ തന്നെ സ്പെല്ലിങ്ങും സെയിം ആയിരിക്കും, മീനിങ് മാത്രം വ്യത്യാസമായിരിക്കും. ലെറ്റർ ആൻഡ് ലെറ്റർ. ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് നോക്കൂ, LETTER, ലെറ്റർ. രണ്ടാമത്തെ ലെറ്ററും സെയിം സ്പെല്ലിംഗ് തന്നെയാണ്, പ്രൊനൗൺസിയേഷനും സെയിം തന്നെയാണ്. പക്ഷെ അതിൻ്റെ മീനിങ് വരുന്നത്, ഒന്നാമത്തെ ലെറ്റർ നമ്മൾ കത്ത് എന്നൊക്കെ പറയുമല്ലോ, അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ABCD, ഇതൊരു ലെറ്റർ ആണല്ലോ, ആ ലെറ്ററാണ്. വേറെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കിയാലോ. ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത് ഭാഗം, മറ്റേ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി, സ്കൂളിൽ നിന്ന് ലെഫ്റ്റായി എന്നൊക്കെ പറയുമല്ലോ, അതാണ് ലെഫ്റ്റ്, രണ്ടാമത്തെ മീനിങ്. അടുത്ത ഉദാഹരണം പറയാം. റൈറ്റ് ആൻഡ് റൈറ്റ്.
റൈറ്റ് എന്ന് പറഞ്ഞാൽ വലതുഭാഗം, അതുപോലെ തന്നെ മറ്റേ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആം ഐ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് തന്നെയല്ലേ, ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ, ആ രൂപത്തിലൊരു റൈറ്റ് പറയാറുണ്ട് അല്ലേ. റിങ് ആൻഡ് റിങ്. റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാം മോതിരം, അതുപോലെ തന്നെ ഫോൺ റിങ് ചെയ്യുന്നതിനെയും റിങ് എന്ന് തന്നെയാണ് പറയാം. ലാസ്റ്റ് എക്സാമ്പിൾ ബാറ്റ് ആൻഡ് ബാറ്റ്. ബാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിക്കറ്റ് ബാറ്റ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മീനിങ് പിന്നെ വവ്വാലിനെയും നമ്മൾ ബാറ്റ് എന്നാണ് പറയാം. That's it, my dears, for today's video. I hope you enjoyed and you got the difference between homographs, homonyms and homophones. And my dears, I'll see you in my next video. Bye.